നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ദുബായിൽ നടക്കുന്ന രാജ്യാന്തര എക്സ്പോ അവസാനിക്കാൻ ഇനി നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ദുബായിൽ നടക്കുന്ന എക്സ്പോ 2020-ൽ ഇന്ത്യ അടക്കമുള്ള 192 രാജ്യങ്ങളിൽ നിന്നുള്ള 200 പവലിയനുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. എല്ലാ പവലിയനുകളിലും ആഹ്ലാദവും ആവേശവും അലയടിക്കുകയാണ്. എന്നാൽ ഒന്നിൽ മാത്രം മൂകത ഇരമ്പുന്നു. സന്ദർശകർ ഒട്ടേറെ എത്തുന്നുണ്ട് എങ്കിലും അവരെ സന്ദേശത്തോടെ സ്വീകരിച്ച് രാജ്യത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ടൂറിസം സാധ്യതകളെക്കുറിച്ചും വിശദീകരിക്കാൻ ആരുമില്ല. അവിടുത്തെ വോളണ്ടിയർമാർ അവിടെയില്ല. സന്ദർശകരാകട്ടെ പ്രദർശനങ്ങൾ കാണുന്നതിനേക്കാൾ ആ രാജ്യത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഹൃദയാഭിവാദ്യം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതെ, പറഞ്ഞു വരുന്നത് യുക്രൈൻ പവലിയനെ പറ്റിയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മൂകമാകുന്നത് ദുബായിലെ ഈ പവലിയനാകുന്നു. വർണ്ണവൈവിധ്യ വിസ്മയാരവങ്ങളുടെ എക്സ്പോയിൽ കണ്ണീർ തുള്ളിയായി മാറുകയാണ് ഇപ്പോൾ യുക്രൈൻ പവലിയൻ. റഷ്യൻ ആക്രമണത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന യുക്രൈൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നതാണ് എക്സ്പോയിലെ ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്റ്റിലെ പവലിയനിൽ ഇപ്പോൾ നടത്തുന്നത്. പല വലിപ്പത്തിൽ മുറിച്ച വിവിധ വർണ്ണങ്ങളിലുള്ള കടലാസ് തുണ്ടുകൾ അവിടെ ഇരിക്കുന്ന വോളണ്ടിയർമാർ സന്ദർശകർക്ക് നൽകുകയാണ്. എന്ത് സന്ദേശവും അതിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാം. പവലിയൻ ചുമരുകളിൽ അതൊട്ടിക്കും. വിവിധ ഭാഷകളിലുള്ള സന്ദേശങ്ങളുമായി വർണ്ണക്കടലാസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് യുക്രൈൻ പവലിയനിലെ ചുമരുകൾ മുതൽ സ്റ്റെയർകേസിലെ കൈവരികൾ വരെ. ഇത്തരത്തിൽ ഐക്യദാർഢ്യം പോസ്റ്റ് ചെയ്യാൻ ടച്ച് സ്ക്രീൻ കമ്പ്യൂട്ടറുകളും ഒരുക്കി വച്ചിരിക്കുകയാണ് അധികൃതർ. ഗൾഫ് രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികൾ ഉണ്ട് എന്നതിനാൽ തന്നെ അത്ഭുതമില്ലെങ്കിലും മലയാള വാചകങ്ങളും ഒട്ടേറെ ഇവിടെ കാണുവാൻ സാധിക്കും. യുദ്ധവിരുദ്ധ സന്ദേശങ്ങളാണ് പലതും. എക്സ്പോ കാണാനായി മാത്രം എത്തുന്ന മലയാളികളും യുക്രൈൻ പവലിയൻ സന്ദർശിക്കുകയാണ്. കേരളത്തിന്റെ മൊത്തം പിന്തുണ തൊട്ട് കണ്ണൂരിലെ മട്ടന്നൂരിലെ ഐക്യദാർഢ്യം വരെ കാണാം. ഈ കടലാസുകളിൽ ഒരു വാചകം ഇങ്ങനെ: യുക്രൈൻ ഒരു പൊളി സ്ഥലമാണ്. 2021 ഒക്ടോബറിൽ എക്സ്പോ 2020 തുടങ്ങുമ്പോൾ തന്നെ മറ്റേതു രാജ്യത്തെ പോലെയും ആവേശത്തോടെയായിരുന്നു യുക്രൈൻ പവലിയന്റെയും തുടക്കം. സ്മാർട്ട് ലൈഫ്, സ്മാർട്ട് തിങ്കിങ്, സ്മാർട്ട് ഫീലിംഗ്സ് എന്നിങ്ങനെ 3 മേഖലകളായി തിരിച്ചായിരുന്നു പ്രദർശനം നടത്തിയിരുന്നത്. ഫാഷൻ ഷോകളും സെമിനാറുകളും കലാപരിപാടികളും എല്ലാമായി ആവേശം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു അത്. പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കളെയും ആശയങ്ങളെയും കുറിച്ച് സന്ദർശകരോട് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു യുക്രൈനിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരും വോളണ്ടിയർമാരും. എന്നാൽ രാജ്യത്തിന് നേരെ റഷ്യ ആക്രമണം തുടങ്ങിയതോടെ യുക്രൈൻ പവലിയൻ മൂകമായി മാറിയിട്ടുണ്ട്. മാർച്ച് 31 എക്സ്പോ അവസാനിച്ചാൽ തിരികെ പോകുന്നത് എങ്ങനെയെന്ന കാര്യത്തിൽ പോലും ആശങ്കയിലിരിക്കുകയാണ് ഇവിടെയുള്ള വോളണ്ടിയർമാർ. കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ യുക്രൈനിന്റെ സാങ്കേതിക മികവും കണ്ടുപിടുത്തങ്ങളും സാംസ്കാരിക പൈതൃകവും വിശദമാക്കുന്നതാണ് 4 നിലകളിലായുള്ള ഈ പവലിയൻ. ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഈ ബൈക്ക് ആണ് സന്ദർശകരെ ഏറ്റവും ആകർഷിക്കുന്നത്. സൗരോർജ്ജത്തിൽ ഒറ്റത്തവണ ചാർജ് ചെയ്താൽ 380 കിലോമീറ്റർ വരെ സഞ്ചരിക്കാവുന്ന ബൈക്ക് യുക്രൈന്റെ സാങ്കേതിക മികവ് തെളിയിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.